Welcome back to your business class. We have already studied about the five functions of management. What are they? Planning, organizing, staffing, directing, and controlling. These are the five major functions of management. For the successful and survival of every organization, they should apply these five functions in their management. ഏതൊരു ഓർഗനൈസേഷനും അതിൻ്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും ഈ 5 ഫങ്ഷൻസും അവരുടെ മാനേജ്മെൻറ്റിൽ അപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമേ അവരുടെ ഗോളുകൾ അറ്റൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കോമ്പറ്റീറ്റേഴ്സുമായിട്ട് നിലനിന്ന് പോവാനും അവർക്ക് സാധിക്കുകയുള്ളൂ. ബിസിനസ് ഓർഗനൈസേഷനിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിലായാലും ഞാൻ പറഞ്ഞിരുന്നു, ദർ ഈസ് മാനേജ്മെൻറ്റ് ഇൻ ഈച്ച് ആൻഡ് എവരി ആക്ടിവിറ്റീസ്. ഓരോ ആക്ടിവിറ്റിയും എടുത്തു നോക്കിയാലും അവിടെ മാനേജ്മെൻ്റ് ഉണ്ട്. മാനേജ്മെൻറ്റ് എവിടെയൊക്കെയാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അവിടെയെല്ലാം ഈ 5 ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഷുഡ് ബി അപ്ലൈഡ്. നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഈ 5 ഫങ്ഷൻസ് നമ്മൾ ഓൾറെഡി എന്താണെന്ന് ജസ്റ്റ് പഠിച്ചു പോയിരുന്നു. ഇനി എന്താണ് ഈ ഫങ്ഷൻസ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്റർ വൈസ് പഠിച്ചു പോവുകയാണ്. ഇനിയുള്ള ചാപ്റ്റേഴ്സ് ഈ 5 ഫങ്ഷൻസ് ആണ്, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഈ ഫങ്ഷൻസിൻ്റെ ഫീച്ചേഴ്സ് എന്നാണ് ഡെഫിനിഷൻ, ലിമിറ്റേഷൻ, പ്രോസസ്, ഇമ്പോർട്ടൻസ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഓരോ ചാപ്റ്ററിലും പഠിച്ചു പോകുന്നത്. സോ നൗ ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദി ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്, ദാറ്റ് ഈസ് പ്ലാനിങ്. പ്ലാനിങ് ഈ പിക്ചറിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. പ്ലാൻ എന്ന് എഴുതിയിട്ട് കണ്ടോ ചുറ്റും? എന്താ? തിങ്ക്, ഐഡിയാസ്, വിഷൻ, ക്രിയേറ്റ്, ഗുഡ്, കൺസെപ്റ്റ്, ഈ എല്ലാ ടേംസും കൂടി ചേരുന്നതാണ് പ്ലാൻ എന്ന് പറയുന്നത്. പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മളുടെ ഐഡിയാസ്, വിഷൻസ്, ഇറ്റ് ഈസ് അവർ തിങ്കിങ് അബൌട്ട് ഫ്യൂച്ചർ, ഇറ്റ്സ് ന്യൂ ഇന്നോവേഷൻസ്, അവർ ക്രിയേറ്റിവിറ്റി, ഇറ്റ്സ് എ കൺസെപ്റ്റ്. അങ്ങനെ പലതരത്തിലും നമുക്ക് പ്ലാനിങ്ങിനെ വിശേഷിപ്പിക്കാം. പ്ലാനിങ് മീൻസ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. ആക്ച്വലി ഇറ്റ് ഈസ് എ ഡെസിഷൻ ഓൺ വാട്ട് ടു ഡു, ഹൗ ടു ഡു, വെൻ ടു ഡു ആൻഡ് ഹൂ ടു ഡു. പ്ലാനിങ് എന്നാൽ നമ്മൾ മുൻപത്തെ ചാപ്റ്ററിൽ, ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. എന്താ പ്ലാനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, മുന്നേ കൂട്ടി നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചു വെക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അത് എന്തു ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, ആര് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് പ്ലാൻ ഷുഡ് ബി ക്രിയേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ്. നമ്മൾ കൊണ്ടുവരുന്ന പ്ലാൻ, നമ്മൾ എടുക്കുന്ന പ്ലാൻ, സെറ്റ് ചെയ്യുന്ന പ്ലാൻ, ഇറ്റ് ഷുഡ് ബി ക്രിയേറ്റീവ്, അതായത് പുതുമയുള്ള ഒന്നായിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇന്നോവേറ്റീവ്. പുതുമയുള്ള നമ്മളുടെ പുതിയൊരു ഐഡിയ വെച്ചിട്ട് നമ്മളുടെ തിങ്കിങ്ങിൻ്റെ ഏറ്റവും മേലത്തെ തലത്തിൽ വെച്ച് ചിന്തിച്ച് പരമാവധി നല്ലൊരു പ്ലാൻ ആയിരിക്കണം സെറ്റ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഫ്ലോപ്പായി പോകും. ഇറ്റ് ഈസ് എ ഡിറ്റർമിനേഷൻ ഓഫ് കോഴ്സ് ഓഫ് ആക്ഷൻ. അതായത് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പ്രവൃത്തികൾ എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച് മുന്നേ കൂട്ടി തീരുമാനിച്ചു വെക്കുന്നതാണ്. ബിസിനസ്സിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ഇറ്റ് ഷുഡ് ബി ഡൺ ഇൻ എഫിഷ്യൻ്റ്ലി ആൻഡ് ഇഫക്റ്റീവ്ലി. അതായത് വളരെ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ പ്രോഫിറ്റ് പരമാവധി കൂട്ടാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യുന്ന പ്ലാന്. ഇറ്റ് ഈസ് തിങ്കിങ് ബിഫോർ ഡൂയിങ് ആൻഡ് ഇറ്റ് ഈസ് ദി ബ്രിഡ്ജ്. ഇറ്റ് ബ്രിഡ്ജസ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട് ടു ഗോ. നമ്മൾ എവിടെയാണ്, നമുക്ക് എവിടേക്കാണ് പോകേണ്ടത്, അവ തമ്മിലുള്ള ഗ്യാപ്പ്
ആ വിടവ് ഇല്ലാതാക്കുന്നതിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് ഈസ് എ പ്രോസസ്. ഓക്കെ, പ്ലാൻ ഈസ് ദി ഔട്ട്കം ഓഫ് പ്ലാനിങ്. അപ്പോൾ ഈ പ്ലാനിങ്ങിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ബസ് കൊടുങ്ങല്ലൂരിൽ നിന്ന് ബസ് ഗുരുവായൂർക്ക് പോവാണ്. അപ്പോൾ നമ്മൾ മനസ്സിൽ ആദ്യം പ്ലാൻ വേണം. ഏത് റൂട്ടിലൂടെ പോയാലാണ് ഈ ബസ് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഗുരുവായൂർക്ക് എത്താം? ഇരിങ്ങാലക്കുട റൂട്ടിൽ പോയാൽ ഗുരുവായൂർക്ക് എത്താൻ പറ്റുമോ? പറ്റുമായിരിക്കും. പക്ഷെ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ, കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ എങ്ങനെ പ്ലാൻ ചെയ്യാം? ബസ്സിന് പല റൂട്ടിലൂടെ പോവാം. ചിലപ്പോൾ ഇരിങ്ങാലക്കുട വഴിക്കൊക്കെ പോകാൻ പറ്റുമായിരിക്കും. ബട്ട് ഇറ്റ് മേ ബി കോസ്റ്റ്ലി, ചിലവ് കൂടിയ രീതിയായിരിക്കാം. അപ്പോൾ ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം, കോസ്റ്റ് കുറക്കാം എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഗുരുവായൂർക്ക് പോകുന്ന ഏറ്റവും ബെസ്റ്റ് റൂട്ട് ഏതാണോ അത് അവർ സെലക്ട് ചെയ്യണം. അവർ മുന്നേ കൂട്ടി അത് പ്ലാൻ ചെയ്ത് വെക്കണം. ഓക്കെ, ഇറ്റ് ഈസ് അപ്ലൈഡ് ഇൻ ഓൾ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ടോപ്പ് ലെവലിലും മിഡിൽ ലെവലിലും ലോ ലെവലിലും എല്ലാ ലെവലിലും ഈ പ്ലാനിങ് ബിസിനസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. It is the act of selecting best alternative from various alternatives. അതായത് നമുക്ക് ഒരുപാട് കോഴ്സ് ഓഫ് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. അതായത് ഒരുപാട് വഴികളുണ്ടായിരിക്കും ഒരു ആക്ടിവിറ്റി ചെയ്യാൻ. അതായത് മിസ് പറഞ്ഞ പോലെ ഇപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഗുരുവായൂർക്ക് പോകാനായിട്ട് ഒരുപാട് വഴികളുണ്ടായിരിക്കും, ഒരുപാട് റൂട്ട് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഏതാണ്, ബെസ്റ്റ് റൂട്ട് ഏതാണ്, അത് നമ്മൾ സെലക്ട് ചെയ്യണം. ഇത്രയുമാണ് പ്ലാനിങ്ങിൻ്റെ ഒരു ഔട്ട്ലൈൻ. പ്ലാനിങ് മീൻസ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. നമ്മൾ ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം മുന്നേ കൂട്ടി തീരുമാനിച്ചു വെക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ്ങിൻ്റെ മേജർ ഡെഫിനിഷൻസ് ഏതെല്ലാമാണെന്ന് നോക്കാം. പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ. ഇറ്റ് ഇൻവോൾവ്സ് സെലക്ഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോഗ്രാംസ് ഫ്രം എമംഗ് ആൾട്ടർനേറ്റീവ്സ്. അതായത് നമ്മൾ മുന്നേ കൂട്ടി തീരുമാനിക്കലാണ് എന്താണ് ഭാവിയിൽ ഫ്യൂച്ചറിൽ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു വെക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പല ആൾട്ടർനേറ്റീവ്സിൽ നിന്നും, അതായത് ഡിഫറെൻറ്റ് വേയ്സ് ഓഫ് ഡൂയിങ് ദി സെയിം തിങ്, അതായത് ഒരു ആക്ടിവിറ്റി പല വിധത്തിൽ ചെയ്യാം. അങ്ങനെ ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് നമ്മളുടെ മുമ്പിലുണ്ടായിരിക്കും. അതിൽ നിന്ന് ഏറ്റവും മെച്ചപ്പെട്ട ആൾട്ടർനേറ്റീവ് എടുക്കാം. നമ്മളുടെ ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ്, പ്രോഗ്രാംസ്, ഇതൊക്കെ ചെയ്യാനായിട്ട് ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ആക്ടിവിറ്റിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കുന്നതിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് സെലക്ഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോഗ്രാംസ്. ഈ പ്രോസസ്സിൽ, പ്ലാനിങ് പ്രോസസ്സിലുള്ളതാണ് ഒബ്ജക്റ്റീവ്സ് സെലക്ട് ചെയ്യണം, പോളിസീസ് സെലക്ട് ചെയ്യണം, പ്രൊസീജിയേഴ്സ് സെലക്ട് ചെയ്യണം, പ്രോഗ്രാംസ് സെലക്ട് ചെയ്യണം. It is the definition given by M.E. Hurley. And the other definition by Kuntz and O'Donnell is planning is deciding in advance what to do, how to do, when to do, and who to do. Planning bridges the gap from where we are and where we want to go. It makes possible for things to occur which couldn't otherwise happen. Planning എന്നാൽ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, മുന്നേ കൂട്ടി നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചു വെക്കലാണ്. എന്തൊക്കെയാണ് നമ്മൾ തീരുമാനിച്ചു വെക്കുന്നത്? എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, ആര് ചെയ്യും ഈ കാര്യം. ആൻഡ് ഇറ്റ് ബ്രിഡ്ജസ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ, നമ്മൾ എവിടെയാണോ, ആൻഡ് വേർ വി വാണ്ട് ടു ഗോ, എവിടേക്കാണോ നമ്മൾക്ക് പോകേണ്ടത്, അവ തമ്മിലുള്ളൊരു ഗ്യാപ്പ്, ആ വിടവിനെ ഇല്ലാതാക്കുന്നതിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. It makes possible for things to occur which couldn't otherwise happen. അതായത് നമ്മളിങ്ങനെ പ്ലാനിങ് നടത്തിയില്ല എന്ന് ഉണ്ട് എങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം
ബിസിനസ്സിൽ നടക്കണമെന്നില്ല. അതായത് നമ്മളുടെ ഗോൾ അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ കൂട്ടി കാര്യങ്ങൾ തീരുമാനിച്ച് വെക്കണം. ഇന്ന രീതിയിലൊക്കെ ചെയ്താൽ നമ്മൾക്ക് ഉദ്ദേശിച്ച പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും, നമ്മളുടെ ഗോൾ അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ബിസിനസ്സിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, വേസ്റ്റ്ഫുള്ളായിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ബിസിനസ്സിൽ നടക്കാൻ സാധ്യതയുണ്ട്. ലേബേഴ്സിൻ്റെ എനർജി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, ടൈം വെറുതെ വേസ്റ്റായി പോകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഇല്ലാതാക്കാനാണ് നമ്മൾ മെയിനായിട്ട് പ്ലാനിങ് എന്ന പ്രോസസ്സ് മാനേജ്മെൻറ്റിൽ അപ്ലൈ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദി ഡെഫിനിഷൻ ഗിവൺ ബൈ കൂൺസ് ആൻഡ് ഓഡോണൽ. ദീസ് ടു ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. Now let's see what are the major importance of planning. പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തെല്ലാമാണ്? First one, provides direction. ഡയറക്റ്റിംഗ് ഈസ് വൺ ഓഫ് ദി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫങ്ഷനാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്ഷൻ എന്നൊരു ഫങ്ഷൻ മാനേജർക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, മാനേജ്മെൻറ്റിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾക്ക് എന്താണ് നമ്മളുടെ പ്ലാൻ, അല്ലെങ്കിൽ നമ്മൾക്ക് എവിടേക്കാണ് പോകേണ്ടത് എന്ന് ആദ്യം അറിയണം, അല്ലേ? ഇപ്പോൾ ഒരു ബസ് കൊടുങ്ങല്ലൂരിൽ നിന്ന് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് നമുക്കറിയണം. എന്നാലേ നമുക്ക് ബെസ്റ്റ് റൂട്ട് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കല്ലെങ്കിൽ ബസ്സിൽ കയറിയിരുന്നു, കൊടുങ്ങല്ലൂർ ഡ്രൈവർ കയറിയിരുന്നു, ഡ്രൈവർക്ക് അറിയില്ല എവിടേക്ക് പോകണമെന്ന്. കിളി പറയുന്ന സ്ഥലത്ത് കൂടിയൊക്കെ പോവാൻ നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ കോസ്റ്റ് കൂടിയ രീതിയിലായിരിക്കാം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിച്ചേരുന്നത്. അപ്പോൾ ഡ്രൈവർ ആദ്യം ബസ്സിൻ്റെ സീറ്റിൽ കയറിയിരിക്കുമ്പോൾ കിളിയോട് ചോദിക്കണം എവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ കിളി പറയാണ് ഗുരുവായൂർക്കാണ് പോകേണ്ടത്. അപ്പോൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തു വെച്ചു ഗുരുവായൂർക്ക് പോകണം. ഇനി നമുക്കതിനനുസരിച്ചുള്ള ഡയറക്ഷൻസ് കൊടുക്കാം, അല്ലേ? അപ്പം ഇനി ഏത് റൂട്ട് സെലക്ട് ചെയ്യണമെന്ന് ഡ്രൈവർക്ക് തീരുമാനിക്കാം. ഇരിങ്ങാലക്കുട വഴി പോകണോ, തൃശ്ശൂർ വഴി പോകണോ, വേറെ ഏതെങ്കിലും വഴി കൂടി പോകണോ, അല്ലെങ്കിൽ നേരിട്ട് തൃപ്രയാർ വഴി വാടാനപ്പള്ളി വഴി ഗുരുവായൂർക്ക് പോകണോ? ഏത് വഴിയിലൂടെ പോകണമെന്ന് പിന്നീട് ഈ ഡ്രൈവർക്ക് തീരുമാനിക്കാം. അപ്പോൾ ആദ്യം അവിടെ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം, എന്നാലേ ഡയറക്ഷന് സഹായിക്കുകയുള്ളൂ. ഇറ്റ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ. അത് ദിശ നൽകുന്നു. ഉദ്ദേശ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കൽ മുൻകൂട്ടി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ ആസൂത്രണ പ്രവർത്തനത്തിന് ദിശ നൽകുന്നു. ദെൻ നെക്സ്റ്റ് ഈസ് ഇറ്റ് റെഡ്യൂസസ് ദി റിസ്ക് ഓഫ് അൺസർട്ടൈനിറ്റി. അനിശ്ചിതത്വം കുറയ്ക്കുന്നു. അനിശ്ചിതത്വം വഴിയുണ്ടാകുന്ന റിസ്ക്, ലോസ് കുറയ്ക്കാനായിട്ട് ഈ പ്ലാനിങ് സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് സഹായിക്കുന്നത്? പ്ലാനിങ് എന്നാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇറ്റ് ഈസ് ദി ആക്ടിവിറ്റി ഓഫ് തിങ്കിങ് ബിഫോർ ഡൂയിങ് ഓർ വി ആർ ടേക്കിംഗ് സം ആക്ഷൻസ് ഇൻ അഡ്വാൻസ് ഫോർ ഫ്യൂച്ചർ. അല്ലേ, നമ്മൾ ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചു വെക്കലാണ്. നമുക്കറിയാം ഫ്യൂച്ചർ ഈസ് അൺസർട്ടൈൻ ആൻഡ് ഇറ്റ് ഈസ് ഡൈനാമിക്. ഫ്യൂച്ചറിനെ കുറിച്ച് ആർക്കും ഒന്നും മുന്നേ കൂട്ടി പറയാൻ പറ്റില്ല. എന്നാൽ പ്ലാനിങ്ങിലൂടെ നമുക്ക് ഭാവിയിൽ വരാനിരിക്കുന്ന അൺസർട്ടൈനിറ്റീസ് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മളുടെ പ്ലാൻ അതിനനുസരിച്ച് ഫ്ലെക്സിബിളാക്കാം, അല്ലേ? അപ്പോൾ മുൻകൂട്ടി നമ്മൾ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ക്രൈസിസ് വരാൻ സാധ്യതയുണ്ട്, ഇക്കണോമിക് ക്രൈസിസ് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പൈസയുടെ ക്യാഷിൻ്റെ മൂല്യം കുറയാൻ സാധ്യതയുണ്ട്, ക്യാഷിൻ്റെ മൂല്യം കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ കൂട്ടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, മുന്നേ കൂട്ടി നമ്മൾ അത് വീക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്കതിനനുസരിച്ച് നമ്മളുടെ പ്ലാനുകളിൽ മാറ്റങ്ങൾ വരുത്താം. അങ്ങനെയെങ്കിൽ ആ അൺസർട്ടൈനിറ്റി കാരണമായി വരുന്ന റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ ഈ പ്ലാനിങ് സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ മിസ്സ് പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ ഡ്രൈവർ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഗുരുവായൂർക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി, ഈ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഗുരുവായൂർക്ക് തൃപ്രയാർ വഴി പോവുകയാണെങ്കിൽ അവിടെ എന്തുണ്ട്, അവിടെ റോഡ് പണി നടക്കുന്നുണ്ട്.
തൃപ്രയാർ വാടാനപ്പള്ളി റൂട്ടിൽ റോഡ് പണി നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ വേറെ വല്ല വഴി കൂടെ പോയിട്ട് നേരെ വാടാനപ്പള്ളിക്ക് കയറിയിട്ട് അവിടെ നിന്ന് ഗുരുവായൂർക്ക് പോകുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ മുന്നേ കൂട്ടി അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ അൺസർട്ടനിറ്റി കാരണമായി വരുന്ന റിസ്ക് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ കുറേ സമയം പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിലെ വാഹനങ്ങളൊന്നും തന്നെ വിടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റൂട്ട് മാറ്റി പിടിക്കാം. And the third one, it reduces the overlapping and wasteful activities. Overlapping means ചെയ്ത കാര്യം തന്നെ പിന്നെയും ചെയ്യുക, കവിഞ്ഞു കിടക്കുന്നത് എന്നാണ്. ദാറ്റ് മീൻസ് ഓവർലാപ്പിംഗ്. ഒരു കാര്യം ചെയ്തിട്ടുണ്ടാകും, അതന്നെ പിന്നെയും ആ ചെയ്ത കാര്യം അറിയാതെ അപ്പുറത്താൾ പിന്നെയും ആ കാര്യം തന്നെ ചെയ്യുക. അതുപോലെ തന്നെ വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്, ആവശ്യമില്ലാത്ത കുറേ ആക്ടിവിറ്റീസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരാൾ ചെയ്ത കാര്യം പിന്നെ മറ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. ഈ പ്ലാനിങ് വഴി നമ്മൾ കാര്യങ്ങളൊക്കെ മുന്നേ കൂട്ടി തീരുമാനിച്ച് വെക്കണം. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ഓരോ ഡിവിഷൻസിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ആക്ടിവിറ്റീസ് തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നുണ്ട്, കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റേ ഡിപ്പാർട്ട്മെൻറ്റ് അത് ചെയ്യേണ്ട. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ റോ മെറ്റീരിയൽസ് പിന്നെയും പർച്ചേസ് ചെയ്യാൻ നിൽക്കണോ? വേണ്ട. It is wasteful activity and it is overlapping. ഓക്കെ, അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഡിവിഷൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്ത കാര്യം മറ്റേ ഡിപ്പാർട്ട്മെൻറ്റോ മറ്റേ ഇൻഡിവിജ്വലോ ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് ഓവർലാപ്പിംഗ്. ഇങ്ങനെയുള്ള ഓവർലാപ്പിങ്ങും വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസും ഒഴിവാക്കാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും നമ്മൾ പ്ലാനിങ് നടത്തുന്നത്. ആൻഡ് ഫോർത്ത് വൺ, പ്രൊമോട്ട്സ് ഇന്നൊവേഷൻ. ഇന്നൊവേഷൻ പ്രോത്സാഹിപ്പിക്കുന്നു. എന്താ? പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ പ്രോത്സാഹിപ്പിക്കുന്നു പ്ലാനിങ്. അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലാണെന്നുണ്ടെങ്കിൽ ഇന്നൊവേറ്റീവ് ഐഡിയാസ്, അത് ആരുടെ കയ്യിൽ നിന്നായാലും ഏത് ലെവലിലുള്ള എംപ്ലോയി തന്നതായാലും അത് ഇന്നൊവേറ്റീവ് ആണെങ്കിൽ ബിസിനസ് അക്സെപ്റ്റ് ചെയ്യും. കാരണം ഇപ്പോൾ പ്രൊഡക്ഷൻ നടത്താനായിട്ട് പുതിയൊരു മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഇത്തിരി കൂടി സ്പീഡാണ്. നമ്മൾ ആദ്യം ചെയ്തിരുന്ന മെത്തേഡിനേലും കൂടുതൽ സ്പീഡുള്ളൊരു മെത്തേഡാണ് എങ്കിൽ, കോസ്റ്റ് കുറഞ്ഞൊരു മെത്തേഡ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ് അത് അപ്ലൈ ചെയ്യും, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ പുതിയൊരു ഇന്നോവേറ്റീവ് മെഷീൻ കൊണ്ടുവരണം. അതായത് ഇപ്പോൾ നമ്മളുടെ മെഷീൻ്റെ കപ്പാസിറ്റി ഇത്തിരി കുറവായിരുന്നു, 50% കപ്പാസിറ്റി ഉണ്ടായിരുന്നുള്ളൂ നമ്മളുടെ മെഷീനും. എന്നാൽ ഇപ്പോൾ ഒരു 80% കപ്പാസിറ്റി ഉള്ളൊരു മെഷീൻ കൊണ്ടുവരികയാണെങ്കിൽ അതിനെ നമ്മളുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ മെഷീനറി നമ്മളുടെ ബിസിനസ്സിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാം, അതുപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാം, കോസ്റ്റ് വർദ്ധിപ്പിക്കാം. ഈ കാര്യങ്ങളൊക്കെ കുറിച്ച് മുന്നേ കൂട്ടി നമുക്ക് തീരുമാനിച്ച് വെക്കാം. സോ പ്ലാനിങ് പ്രൊമോട്ട്സ് ഇന്നൊവേഷൻ. ഇന്നൊവേഷൻസ് കൊണ്ടുവരാൻ പ്ലാനിങ് സഹായിക്കുന്നു. ദെൻ ഫിഫ്ത്ത് വൺ, ഡെസിഷൻ മേക്കിംഗ്. പ്ലാനിങ്ങിൽ നമ്മൾ പറഞ്ഞു കുറേ ആൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും, നമുക്ക് കുറേ വഴികളുണ്ടായിരിക്കും ഒരു കാര്യം ചെയ്യാൻ. അതിൽ നിന്ന് ഏറ്റവും നല്ല രീതി ഏതാണെന്ന് സെലക്ട് ചെയ്യലാണ് പ്ലാനിങ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഡെസിഷൻ മേക്കിംഗ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഡെസിഷൻ മേക്കിംഗ്. ഡെസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുന്നുണ്ട് പ്ലാനിങ്. ആൻഡ് ദ സിക്സ്ത് വൺ, സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോളിങ്. അനദർ ഇമ്പോർട്ടൻസ് ഓഫ് എ പ്ലാനിങ് ഈസ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോളിങ്. കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്പ് എന്താണ്? ആദ്യം നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം, എന്നിട്ട് ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിൽ കമ്പയർ ചെയ്യണം. ദെൻ ഡീവിയേഷൻ ഉണ്ടോയെന്ന് അറിയണം. ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അതൊഴിവാക്കാൻ എന്തെല്ലാം മെഷേഴ്സ് നമുക്ക് എടുക്കാമെന്നും അറിയണം. ദീസ് ആർ ദി സ്റ്റെപ്സ് ഇൻവോൾവഡ് ഇൻ കൺട്രോളിങ്. അപ്പോൾ ആദ്യം സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം കൺട്രോളിങ്ങിൽ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത് നമ്മൾ ഏതിലൂടെയാണ്? പ്ലാനിങ്ങിലൂടെയാണ്. പ്ലാനിങ്ങിലൂടെ നമുക്ക് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ടാർഗറ്റ് ആദ്യം ഫിക്സ് ചെയ്തു വെക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൺട്രോളിങ് നടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ സ്റ്റേജാണ് പ്ലാനിങ്, ടാർഗറ്റ് ഫിക്സ് ചെയ്യൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യൽ എന്ന് പറയുന്നത്. സോ
പ്ലാനിംഗ് സെറ്റ്സ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോളിംഗ്. കൺട്രോളിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഏത് ഫംഗ്ഷനിലാണ്? പ്ലാനിംഗ് എന്ന ഫംഗ്ഷനിലാണ്. ആ ഫംഗ്ഷൻ ചെയ്താൽ മാത്രമേ ലാസ്റ്റ് നമുക്ക് കൺട്രോളിംഗ് എന്ന ഫംഗ്ഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഓക്കെ, സോ പ്ലാനിംഗ് സെറ്റ്സ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോളിംഗ്. ദീസ് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിംഗ്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ്. പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് മിസ് ചുരുക്കി ഒരു കോഡാക്കി എഴുതി വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന്. പിക്ക് ഓഫ് എം പിയുടെ പിക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പിക്ക് ഓഫ് PM എന്നും ആക്കാം. എന്താ, പ്രൈം മിനിസ്റ്ററുടെ ഒരു പിക്ക്, അങ്ങനെയും ആക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. പിക്ക് ഓഫ് MP എന്ന കോഡോ പിക്ക് ഓഫ് PM എന്ന കോഡോ മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. PMൻ്റെ ഒരു പിക്ക് അല്ലേ, ഒരു ഫോട്ടോ, പ്രൈം മിനിസ്റ്ററുടെ ഒരു ഫോട്ടോ, അതാണ് നമ്മളുടെ പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സിൻ്റെ കോഡ്. ഓർത്ത് വെക്കാൻ എളുപ്പമല്ല എല്ലാവർക്കും. സോ പിക്ക് ഓഫ് PM ഓർ MP. ഫസ്റ്റ് വൺ ഈസ് പ്രൈമസി ഫംഗ്ഷൻ. പിയുടെ കോഡാണ് പ്രൈമസി ഫംഗ്ഷൻ. I for involves decision making. C for continuous process. O for objective oriented. F for futuristic. M for mental exercise. And P for pervasive. ഓരോന്നും നോക്കാം. പ്രൈമസി ഫംഗ്ഷൻ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റത്തെ ഫംഗ്ഷനാണിത് അല്ലേ. മിസ് പറഞ്ഞു കൺട്രോളിംഗ് എന്ന ലാസ്റ്റ് ഫംഗ്ഷൻ മാനേജ്മെൻറ്റിന് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ പ്ലാനിങ് എന്ന ഫംഗ്ഷൻ കഴിഞ്ഞാൽ മാത്രമേ ലാസ്റ്റ് ഫംഗ്ഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഓർഗനൈസിങ്ങിൻ്റെയും സ്റ്റാഫിങ്ങിൻ്റെയും ഡയറക്റ്റിങ്ങിൻ്റെയും കൺട്രോളിങ്ങിൻ്റെയും ഒക്കെ ഒരു മുൻപുള്ള ഒരു ഫംഗ്ഷനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബാക്കി 4 ഫങ്ഷൻസിൻ്റെയും അടിസ്ഥാനമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഇറ്റ് ഇൻവോൾവ്സ് ഡെസിഷൻ മേക്കിംഗ്. ഡെസിഷൻ മേക്കിംഗ് ഓൾറെഡി നമ്മൾ ഇമ്പോർട്ടൻസിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ്, നമുക്ക് പലതരത്തിലുള്ള ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും, പല വഴികളുണ്ടാവും ഒരു കാര്യം ചെയ്യാൻ. അതിൽ നിന്ന് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് പരമാവധി പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു തീരുമാനമെടുക്കുക എന്നൊരു പ്രവൃത്തി പ്ലാനിങ്ങിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ദി സെക്കൻഡ് ഫീച്ചർ ഓഫ് പ്ലാനിങ്. ആൻഡ് ദി തേർഡ് വൺ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് പ്രോസസ്. പ്ലാനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ബിസിനസ് എന്താ, കണ്ടിന്യൂസ് ആണ് അല്ലേ. ഒരു വർഷം കൊണ്ട് നിലനിന്ന് ഷട്ട് ഡൗൺ ആയി പോകുന്നതാണോ ബിസിനസ്? ഒരു വർഷം കഴിഞ്ഞാൽ ഇല്ല, ഒരിക്കലുമില്ല. ബിസിനസ് കണ്ടിന്യൂസ് ആണ്, ബിസിനസ്സിൻ്റെ ലൈഫ് കണ്ടിന്യൂസ് ആണ്. സോ ദിസ് പ്ലാനിങ് ഈസ് ഓൾസോ കണ്ടിന്യൂസ്. ഒരു പ്ലാൻ കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പ്ലാൻ തുടങ്ങും. അങ്ങനെ ഓരോ പ്ലാൻ കഴിയുന്നതിനനുസരിച്ച് അടുത്ത പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പ്ലാനിങ്ങിന് യാതൊരു തരത്തിലുള്ള എൻഡുമില്ല. ആൻഡ് ഫോർത്ത് വൺ ഈസ് ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ്. ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഗോൾസ് സെറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. ബിസിനസ്സിനൊരു മെയിൻ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ആ മെയിൻ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി സ്പെസിഫിക് ഗോൾസ്, നിശ്ചിത ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ നിശ്ചിത ലക്ഷ്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടി, ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഗോൾസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് വി ഹാവ് ടു ഡു ഇൻ ഫ്യൂച്ചർ അല്ലേ. ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ലുക്കിംഗ് അഹെഡ് ആൻഡ് പ്രിപ്പയറിംഗ് ഫോർ ദി ഫ്യൂച്ചർ. മുന്നിലേക്ക് നമ്മൾ നോക്കുന്നതാണ്, ഫ്യൂച്ചറിനെ കുറിച്ച് തീരുമാനിക്കുന്നതിനെയാണ് പ്ലാനിങ് എന്നൊക്കെ പറയുന്നത്. അതായത് ഇപ്പോൾ കസ്റ്റമറുടെ ഡിമാൻഡ്, ഫ്യൂച്ചറിൽ വരാവുന്ന കോമ്പറ്റീഷൻ, ഫ്യൂച്ചറിലുള്ള ഗവൺമെൻറ് പോളിസീസ്.
എക്സെട്ര. ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ബസ്സിൽ ഇപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ നമുക്കിനി മുന്നിൽ എന്തൊക്കെ ഇത് അൺസർട്ടൈനിറ്റീസ് വരാനുണ്ടെന്നുള്ളത് മുന്നേ കൂട്ടി നമ്മൾ തീരുമാനിച്ച് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ റൂട്ട് മാറ്റി പോകുമെന്ന് പറഞ്ഞില്ലേ, തൃപ്രയാർ വാടാനപ്പള്ളി റോട്ടിൽ റോഡ് പണി നടക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ റൂട്ട് മാറ്റി പിടിക്കും. സോ ഇറ്റ് ഈസ് തിങ്കിങ് അബൌട്ട് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. ആൻഡ് ദി നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് മെൻ്റൽ എക്സസൈസ്. എങ്ങനെയാണ് മെൻ്റൽ എക്സസൈസ് ആകുന്നത്? മെൻ്റൽ എക്സസൈസ് എന്നാൽ എന്താണ്? മെൻ്റൽ എക്സസൈസ് മീൻസ് മനോവ്യായാമം. അതായത് നമ്മളുടെ ബ്രെയിനിൻ്റെ ഒരു വ്യായാമമാണ്. നമ്മൾ ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇന്നേ കൂട്ടി ചിന്തിക്കുകയാണ്, ഐഡിയാസ് കണ്ടെത്തുകയാണ്. നമ്മളുടെ ക്രിയേറ്റിവിറ്റി, ഇന്നോവേഷൻസ്, കൺസെപ്റ്റുകൾ ഇതൊക്കെ നമ്മൾ ഒരു പ്ലാനിലൂടെ കൊണ്ടുവരികയാണ്. സോ ഇറ്റ് ഈസ് എക്സാക്ട്ലി മെൻ്റൽ എക്സസൈസ് അല്ലേ? മെൻ്റൽ എക്സസൈസ് ആണെന്ന് പറയാം. നമ്മളുടെ ഇമാജിനേഷൻസ്, നമ്മളുടെ ഇൻസൈറ്റ്സ്, കൺസെപ്റ്റ്സ്, ഐഡിയാസ്, ക്രിയേറ്റിവിറ്റീസ്, ഇറ്റ് ഈസ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുൻപ് അത് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ആൻഡ് ദി ലാസ്റ്റ് ഫീച്ചർ ഈസ് ഇറ്റ് ഈസ് പെർവസീവ്. പിന്നെ പറയാനുള്ളത് പ്ലാനിങ് എല്ലായിടത്തുമുണ്ട്. അതായത് എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലും പ്ലാനിങ് അപ്ലൈ ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം. എക്സാമ്പിളായിട്ട് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ സ്ട്രാറ്റജിക് പ്ലാൻസ് ആണ് എടുക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാമാണ്, ബിസിനസ്സിൻ്റെ പോളിസീസ് എന്തെല്ലാമാണ്, പ്രൊസീജിയേഴ്സ്, ഈ കാര്യങ്ങളൊക്കെ, റൂൾസ്, മെത്തേഡ്സ്, ഇതൊക്കെ റൂൾസൊക്കെ നമ്മൾ എടുക്കുന്നത് എവിടെയാണ്? സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ, ടോപ്പ് ലെവലിൽ. ബിസിനസ്സിൻ്റെ മൊത്തത്തിലുള്ള പ്ലാനിങ് നടക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലാണ്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലാണ് ഡിപ്പാർട്ട്മെൻറ്റൽ പ്ലാനിങ്സ് നടക്കുന്നത്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ത് നടക്കണം, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ത് നടക്കണം, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെല്ലാം ആക്ടിവിറ്റീസാണ് നടക്കേണ്ടത്, അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലാണ്. ആൻഡ് ദി ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ ഡേ ടു ഡേ ഓപ്പറേഷൻസ് എന്തെല്ലാമാണെന്നാണ് സൂപ്പർവൈസേഴ്സ് എടുക്കുന്ന പ്ലാൻസ്. അതായത് ഇന്നിപ്പോൾ എന്തെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ച് വെക്കുന്നു. എത്ര ടൈമിനുള്ളിൽ ഈ പ്രൊഡക്ഷൻ, എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര ക്വാളിറ്റി ആയിരിക്കണം, ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ലോവർ ലെവൽ മാനേജ്മെൻറ്റിലാണ്. സോ ഇറ്റ് ഈസ് എ പെർവസീവ് ഫങ്ഷൻ. Primacy function involves decision making, continuous process, objective oriented, futuristic, mental exercise and pervasive function. These are the major features of planning.